അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആത്മീയ ചൂഷണത്തിനെതിരെ അൻസാരി സുഹരി നടത്തിയ ഒരു സംസാരം കേട്ടു. എനിക്ക് പറയാനുള്ളത് രണ്ട് ടീമുകളോടാണ്. ഈ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന ചങ്ങാതിയോടും പിന്നെ ഈ മജിലിസിനൊക്കെ പോയിരുന്ന് ഈമാൻ കളയുന്നവരോടും. അതിൽ മറ്റൊരു മുസ്ലിയാരുടെ വീഡിയോ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് നൂറെ ഹബീബിക്കും അദ്ദേഹത്തിന്റെ അനുജനും അതുപോലെ തന്നെ ജിന്ന് മഹ്വറക്കാരനും എതിരെയൊക്കെയാണ് അൻസാരി സുഹരിയുടെ സംസാരം പോകുന്നത്. അതിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അൻസാരി സുഹരിയുടെ നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ പലരുടെയും ചിത്രങ്ങൾ, അവർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച പല കാര്യങ്ങൾ, അവർ നടത്തിയ പല ആത്മീയ മജ്ലിസുകൾ, അതൊക്കെ ഓർമ്മയിലേക്ക് വന്നു. ഉസ്താദുമാരോട് നിങ്ങൾ ഈ വിമർശിക്കാൻ കാട്ടിയ ചങ്കൂറ്റത്തെ പ്രശംസിക്കുന്നതോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ ആത്മീയതയുടെ മറപിടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ സമൂഹത്തിന്റെ മുന്നിൽ അവർ പറഞ്ഞു വെച്ച എഴുതി വെച്ച ചില രംഗങ്ങൾ കാണിച്ചു തന്നാൽ അതിനെ നിങ്ങൾ എതിർക്കുമോ? നിങ്ങൾക്ക് അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടോ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഖലീൽ ബുഖാരിയും ബായാർ തങ്ങളും മദനിയം സലാത്തും അറിവിൻ നിലാവും അങ്ങനെ തുടങ്ങിയ അനവധി നിരവധി ആത്മീയ തട്ടിപ്പുകാരെയും അവരുടെ ആത്മീയ മജ്ലിസുകളെയും അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ അവർ പറഞ്ഞു വെച്ച കള്ളക്കഥകളെയും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ ശക്തമായി എതിർക്കുമോ? ഞാനിത് ചോദിക്കാൻ വേണ്ടി കാരണം, നിങ്ങൾ ഇതിൽ വിമർശിച്ച കൊടിമരവും നാറ്റക്കോയെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് അനുഭവപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കഥകളും അങ്ങനെ തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഈ പറയുന്ന നാറ്റക്കോയയുടെ മജ്ലിസിൽ അല്ലെങ്കിൽ ജിന്ന് മഹ്വറക്കാരന്റെ മജ്ലിസിൽ നടക്കുന്ന കറാമത്തിന്റെ പേരിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരുടെ മജ്ലിസുകളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ തള്ളിപ്പറയാൻ ചങ്കൂറ്റം കാട്ടുമോ? ഇവർക്ക് ഈ രീതിയിൽ തട്ടിപ്പ് നടത്താൻ, ആത്മീയ ചൂഷണം നടത്താൻ, സമൂഹത്തെ വഞ്ചിക്കാനുള്ള പ്രചോദനം നിങ്ങളുടെ നേതാക്കന്മാരാണെന്ന് കൃത്യമായി രേഖാമൂലം ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, അവർ കേൾക്കേണ്ടി വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്കും റസ്വിക്കൊക്കെ എത്ര പ്രായമുണ്ട് നോക്കൂ. ഞാൻ 34 വയസ്സുകാരനാണ്. 92 ജനിച്ച ആളാണ്. റസ്വി എൻ്റെ അനുജനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാരൻ. റസ്വി നമ്മളൊക്കെ ഓതാൻ പോകുന്നതിൽ എത്രയോ വർഷം മുമ്പ് ദറസ് തുടങ്ങിയ 100 കണക്കിന് ശിഷ്യസമ്പത്തുള്ള 25 വർഷം ദറസ് നടത്തി പരിചയസമ്പന്നനായ ഒരു മുദരിസ് അദ്ദേഹത്തിൻ്റെ സദസ്സിലെ നിത്യസന്ദർശകനാണ്. അദ്ദേഹം പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ, അത് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഈ സദസ്സിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ പറഞ്ഞ് ഒരു പുതിയ വിവാദത്തിന് വഴി തുറക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസത്തിനെതിരായ പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ പറഞ്ഞിട്ട് ഹാരിസ് മദനി അല്ലാത്ത, അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചാളുകളല്ലാത്ത വേറെ ആരാണ്, കുമ്മോടി ഉസ്താദ് അടക്കമുള്ളവരല്ലാത്ത ആരാണ് അതിനെതിരെ പറയാൻ സന്നദ്ധമായിട്ടുള്ളത്? ആ 25 വർഷം ദർശനം നടത്തിയ മുദരിസ് സദസ്സിലിരിക്കുമ്പോൾ ഇത് പറയുന്നത്, ഒന്ന് തോളിൽ തട്ടിയിട്ട് തങ്ങളെ അങ്ങനെ പറയരുത്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളൊക്കെ അവർ മുഗ്നികളാണല്ലോ, അവരുടെ മനസ്സിൽ ഇതൊക്കെ ഒരു കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരും, അത് വലിയ വിഷയമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, റസ്വി 2000 രൂപ ആഴ്ചയിൽ 2000 രൂപയും കോഴി ബിരിയാണിക്ക് മുമ്പിൽ വളയാത്ത നട്ടലുകൾ വളരെ തുലവും കുറവാണ്. അങ്ങനെ ഒരു നട്ടലുണ്ടെങ്കിൽ ആ നട്ടലിൻ്റെ പേരാണ് ബഹുമാനപ്പെട്ട മൗലാന പേരുടെ ഉസ്താദ്. ഇന്ന് എരണം കെട്ടവനെന്നും അങ്ങേയറ്റം മ്ലേച്ഛവും മോശവുമായ ഭാഷയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്യാനുള്ള കാരണവും ഇത്തരം ചൂഷകന്മാരായ ആളുകൾക്ക് ഇന്നും ബഹുമാനപ്പെട്ട പേരുടെ എതിരായതുകൊണ്ടാണ്. വർഷങ്ങളായി സെലഫി പണ്ഡിതന്മാർ, പ്രബോധകന്മാർ നിങ്ങളുടെ പല ആളുകളിൽ നിന്നും ഇത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ. ആ ദിവസം ഏതാണ്? പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നമുക്ക് മടങ്ങണം. ഈ പ്രസംഗിക്കുന്ന സാധുവായ എനിക്കും റബ്ബിനെ കാണണം. ഇവിടെ ശാന്തമായി ഇരിക്കുന്നവർക്കും കാണണം, ബഹളം കൂട്ടുന്നവർക്കും മരിച്ചു പോകണം. എല്ലാവർക്കും അല്ലാഹുവിന്റെ കോടതിയിലെത്തണം. പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്തേ ശരിയാക്കാഞ്ഞത്? അലം യൗതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരി വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ ശരിയായ നിലക്കുള്ള മറുപടി പറയാൻ ഏത് നിലക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുക? ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകമായ അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم.
اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. പക്ഷെ അവരാരും ഇന്ന് നിർത്താതെ തുടരുന്നു എന്നതിന്റെ റിസൾട്ടാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇത്തരം ഏർപ്പാടുകൾക്കെതിരെ സംസാരിച്ചു വരാൻ കാരണമെന്ന് കൃത്യമായി ധാരണ നമുക്കുണ്ട്. അൻസാരി സുഹ്രിയെയോ അദ്ദേഹം കാണിച്ച വീഡിയോ ക്ലിപ്പിലുള്ള മുസ്ലിയാരെയോ അതല്ലെങ്കിൽ ഹാരിസ് മദനിയെയോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെയോ അതുപോലെ ഇത്തരക്കാരെ വിമർശിക്കുന്ന മറ്റു മുസ്ലിയാക്കന്മാരെയോ മോശപ്പെടുത്താനല്ല. പക്ഷെ നിങ്ങൾ വിമർശിക്കുമ്പോൾ, നിങ്ങൾ ഇതിനെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാനിവിടെ നടത്തിയത്. ഹാരിസ് മദനി ജിന്നു മഹദറക്കാരനെ വിമർശിച്ച സമയത്ത് അതിനു മറുപടി പറയാൻ വന്ന ജിന്നു മഹദറക്കാരൻ AP സമസ്തക്കാരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞു വെച്ചത് എന്താണ്? നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ ആളുകൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഓർത്തു വെച്ച് വേണം നമ്മളെ വിമർശിച്ചു കൊണ്ടുവരാൻ എന്ന രൂപത്തിലുള്ള സംസാരമാണ്. അതായത് അവർക്ക് ഈ ഏർപ്പാടിലേക്ക് വരാനുള്ള ധൈര്യം നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ നിന്ന് പോലും നിങ്ങൾക്കെതിരെ പല സംസാരങ്ങളും വരുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ നേതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും അതുപോലെയുള്ള മറ്റു മുസ്ലിയാക്കന്മാർക്കും സംസാരിക്കുന്നതിന് പരിധികളുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നേതാക്കന്മാരായ മുസ്ലിയാക്കന്മാർ പോലും നിങ്ങൾക്കെതിരെ അതിശക്തമായി സംസാരിക്കുന്ന പല രംഗങ്ങളും കാണാറുണ്ട്.